ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഉറങ്ങണീറ്റേ ഉള്ളൂ. ഇപ്പോൾ ഒന്ന് റെഡി ആവട്ടെ. നേരത്തെ ഇറങ്ങി നോക്കട്ടെ എന്തെങ്കിലും ചെയ്യണമെന്ന്. അവിടെ തന്നെ കാണും. അതിനെ കണ്ടില്ല ഇതുവരെ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ രാവിലത്തെ തണുപ്പ് കുറഞ്ഞു തുടങ്ങി കേട്ടോ. ശകലം എന്തോ ഉള്ളൂ ചെറുതായിട്ട്. ഒരു 5-10 ദിവസം കഴിയുമ്പോൾ അത് മാറുമെന്ന് തോന്നുന്നു. കാരണം അതിനുശേഷം ഭയങ്കര ടെമ്പറേച്ചറാണ്. ഒരു 8:30-9 ശേഷം ഭയങ്കര ടെമ്പറേച്ചറാണ്. വിശക്കണം ചെറുതായിട്ട്. വല്ലതും പോയി കഴിക്കട്ടെ. ഇതും കഴിക്കുക, വീട്ടിൽ കയറുക. ജസ്റ്റ് പോയിട്ടൊന്ന് മൊബൈലൊക്കെ ചാർജ് കയറി ചെറുതായിട്ടെല്ലാം കഴിക്കണം. ഞാൻ പറഞ്ഞാ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെന്നൊന്നും പ്ലാനില്ല. കോഴ്സ അങ്ങനെല്ലാം കഴിക്കാം. അത് കുഴപ്പമില്ല കേട്ടോ. നേരത്തെ ഫുള്ളൊന്ന് പോയി ചെക്ക് ചെയ്യണം. റൗണ്ട് അടിക്കാൻ അതെ നോക്കട്ടെ. ഇവിടെ കുഴപ്പമില്ല, സെറ്റാണ്. വാർത്ത നോക്കണം. ഇവിടെയും കുഴപ്പമില്ല കേട്ടോ. ഇവിടെയും കുഴപ്പമില്ല, സെറ്റാണ്. ഇവിടെയും കുഴപ്പമില്ല, സെറ്റാണ്. ഇപ്പോൾ ഒന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ച് സെറ്റാക്കട്ടെ. ജസ്റ്റ് പോയി ചെക്ക് ചെയ്തിട്ട് നോക്കണം എന്തെങ്കിലും ചെയ്യാണ്ടായില്ലേ. ചെയ്യാല്ല, സെറ്റാണല്ലോ. വലിയ പരിപാടി ഒന്നുമില്ല. ചെടിക്ക് വെള്ളം ഒഴിച്ചായിരുന്നു. ഞാൻ അപ്പോഴേ ഫോൺ ചാർജ് കിട്ടും. ഫോൺ ചാർജ് ഇല്ലായിരുന്നു. ദർശനി പോകാൻ വേണ്ടിയാ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് മനസ്സിലായല്ലോ, സമയം പോയത് അറിഞ്ഞില്ല. പുറത്തിറങ്ങി നേരെ പോണ്. ഇന്നെന്തോ ഒരു തലവേദന. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടെ ഇന്ന്. ഇപ്പം തുടങ്ങിയതാ. ഫുഡ് കഴിച്ചതിൻ്റെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ആവശ്യമുള്ളതൊന്നും കിട്ടണില്ലെന്ന് തോന്നുന്നു ബോഡിയിൽ. ഇപ്പം വന്നിട്ട് എന്തെങ്കിലും ആട്ടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രി ഇവിടെ ചെറിയ പണിയുണ്ടായിരുന്നു. ലെവലാക്കാനെ കൊണ്ടിടാൻ എന്തോ ആയിരുന്നു. ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ. ഇന്നലെ 1 മണിക്കൂർ രാത്രി ഭയങ്കര സൗണ്ടായിരുന്നു. ഏകദേശം പാതി അടുപ്പിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്ത് പറയാനാ, അസുഖം പിടിച്ചെന്ന് തോന്നുന്നു. ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയല്ല. ഇപ്പം തണുപ്പ് ചൂട് മിക്സായി. കഫമൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നെന്ന് തോന്നുന്നു. പറ്റിയൊന്നുമില്ലല്ലോ. ഇന്നിപ്പോഴെന്തോ ഫോണിനകത്ത് ഭയങ്കര തോണ്ടൽ കൂടുതൽ. എനിക്ക് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് അഡിക്റ്റ് ആയതുപോലെ ചെറുതായിട്ടൊന്ന് തോന്നുന്നു. അഡിക്ഷൻ കൂടിയതുപോലെ. അതൊന്ന് ജസ്റ്റ് കൺട്രോൾ ചെയ്യണം എനിക്ക്. ചാലിൻ്റെ അവിടെ എത്തി. ഇനി ചാലിൽ നിന്ന് തിളച്ച വെള്ളം പോലെ ചൂട് ആവി അടിക്കുന്നു കാലിൽ. ഇനിയിപ്പം റോട്ടി കയറാറേ. ഇന്ന് റെസ്റ്റിങ്ങൊന്നുമില്ല. ഈ റോജായൊരു അവസാനം ഉണ്ടല്ലോ, ഈ വീട്ടിലൊക്കെ മറ്റേ ആറുണ്ടല്ലോ എന്നെ കെട്ടിത്തൂക്കിട്ടിരിക്കുന്നതാണ്. നെക്സ്റ്റ് ടൈം ചാൻസ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. മിക്ക വീട്ടിലും അങ്ങനെ തന്നെ ഒരു 4 മണി 5 മണിക്ക് തൂങ്ങിക്കിടക്കുന്ന സാധനം. റോഡെത്തി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ചുറ്റു വണ്ടിയാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിലുണ്ട്.
കൊള്ളാം കേട്ടോ. ട്രാവലിങ്ങിൻ്റെ പിള്ളേർ കളിക്കുന്നുണ്ടോ? കൊള്ളാം. പൈസ വരുമ്പോൾ ഒരെണ്ണം ചെയ്യണം ഇതുപോലെ. യെസ്, ഫണ്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പൈസ ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ, വിലയില്ല. താഴെ വെജിറ്റബിളിൻ്റെയും മേളിൽ ജിമ്മും. ഇവിടെ നിന്നാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഫ്രൂട്ട്സ്. നോമ്പിൻ്റെ സമയത്ത് മാത്രം കേട്ടോ. ചെറിയൊരു സഹായമാവും. പൈസ ഇല്ലാത്തവർക്ക്, ഫണ്ടില്ലാത്തവർ, എന്നെ പോലത്തെ പാവപ്പെട്ടവർ. മനസ്സിലല്ല? ഇതാണ് ബിക്കം റിച്ച്. വൺ ഡേ ബിക്കം റിച്ച്. വെയിറ്റ് ഐ ആം കമ്മിങ് സൂൺ. അയ്യോ, എന്ന കാര്യങ്ങൾ നോക്കട്ടെ, വെച്ചിട്ടുണ്ടായില്ലേ നോക്കട്ടെ. വെച്ചിട്ടില്ല കേട്ടോ, വെയിറ്റ് ചെയ്യണം. ഇനി ഇവിടെ ഫോർ ലിഫ്റ്റിൻ്റെ എവിടെ ഇരിക്കും. കുറച്ച് എഡിറ്റിങ് നോക്കും. എഡിറ്റിങ്ങൊന്നും ചെയ്യാൻ പറ്റൂല, നെറ്റില്ലാതെ വലിയ സുഖമില്ല. ഞാൻ എടുത്ത വീഡിയോയിൽ എന്തൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അത് തന്നെ എടുത്ത് കേട്ടോ. 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത്, കുഴപ്പമില്ല, അത് നോർമലാണല്ലോ. പോട്ട് എനിക്കെന്തോ ഏകദേശം പാതി അടുപ്പിലെത്തി ചേട്ടാ. ഇരിക്കാൻ വേണ്ടി നോക്കിയാൽ ഭയങ്കര വെയില്ല ചേട്ടാ, കൊണ്ട് ഇരുന്നില്ല. കുറുക്കും ഭയങ്കര അതെനിക്ക് ഭയങ്കര വെയിൽ. അപ്പം ഫുഡ് ഉണ്ടാകണം. ഞാൻ അതിന് മുമ്പേ പോയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ, നോക്കട്ടെ അങ്ങനെയാണെന്ന്. എന്നെ അവനും വന്ന് ചെറിയൊരു സഹായം ചെയ്ത് കൊടുക്കും, സഹായം ഉണ്ടെങ്കിൽ. കമ്പ്യൂട്ടറെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം സെറ്റാണ്, കുഴപ്പമില്ല. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ലൈറ്റെല്ലാം ഓണാകും. അതെ, 6 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നേരെ അവിടെ നിന്ന് പോവാണ്. ചെറുതായിട്ട് സഹായിച്ചു കൊടുക്കുക, അത് തന്നെ. എനിക്ക് തോന്നുന്നത് ചെയ്യേണ്ടി വരില്ല. നോക്കാം. ശരി, ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നോമ്പ് മുറിക്കുക. ഞാൻ അപ്പോഴത്തേക്കും പോയെന്ന് ഫോൺ ചാർജ് ചെയ്തിട്ട് സമയമായി. ഇനിയിപ്പോൾ തുറക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ്, അതായത് നോമ്പ് മുറിച്ച് ഫ്രൂട്ട്സ് തന്നെയായിരുന്നു. മറ്റേത് ഉച്ചയ്ക്ക് പോയതിനു ശേഷം കഴിക്കും. പിന്നെ അടുത്ത് പോയി ഇസ്കി നോക്കാൻ പറഞ്ഞു. നോക്കണ പുള്ളി നോമ്പ് മുറിക്കാൻ പോയി, പള്ളിയിൽ പോയെന്ന് പറഞ്ഞു. ഈ സമയത്ത് വേറൊരാളാണ് ഇരിക്കുന്നത്. ഇന്ന് പുള്ളിക്ക് ലീവ്. എന്നിട്ട് വേറൊരാൾ ബംഗാളി എന്ന് പറഞ്ഞ്, പുള്ളിക്കാരല്ല, വേറെ പറഞ്ഞതാ, മനസ്സിലായല്ല? ഇതാണ്. ഇനിയിപ്പോൾ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പ് മുറിച്ചിട്ട്. പക്ഷേ അരയായി, 6:32. ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഹൈ ആവണം, അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്. ഹൈ ആവണമെങ്കിൽ ഇനി 7-7:30 അത് വേറെ ടീമൊന്ന് റെഡി ആയിക്കോളും. 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് 1 പോയിന്റ് നടക്കണം. അതിലൊക്കെ കുഴപ്പമില്ല. വേറെ പരിപാടി എന്തൊരു അത് തന്നെ. ഇനി പോയി ഗെയിം കളിക്കുക, ഫ്രണ്ടിനെയൊക്കെ എല്ലാം വിളിച്ച് കയറ്റുക, അതൊക്കെ തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. 1.5 മണിക്കൂർ ഗെയിം കളിക്കുക, അത് തന്നെ.